പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 9048460916. നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവ്വൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എ.പി. അനിൽകുമാർ എം.എൽ.എ. നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. DPRന് മാറ്റം വരുത്തണമെന്ന ആവശ്യം പരിശോധിച്ചു വരികയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി. മുഹമ്മദ് റിയാസ് മറുപടി നൽകി. ഏറെ പ്രതീക്ഷകളോടെ തുവ്വൂർ പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശനമോ സർവീസ് റോഡുകളോ ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് നിവേദനം നൽകുകയും ചെയ്തതാണ്. ഇതിനു പുറമെയാണിപ്പോൾ എം.എൽ.എ. വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സർവീസ് റോഡ് പോലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് സാർ ഈ ഹൈവേ? അപ്പൊ ജനങ്ങൾക്ക് ഒരു രീതിയിലും ഗുണകരമില്ലാത്ത, നാടിന്റെ വികസനത്തിന് ഗുണകരമല്ലാത്ത ഒരു ഡെവലപ്മെന്റായി ഈ ഹൈവേ മാറുകയാണ്. അതുകൊണ്ട് തുവ്വൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ജനങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേയിലേക്ക് ഒരു എൻട്രി വേണം. അതോടൊപ്പം തന്നെ സർവീസ് റോഡുകൾ ബ്രേക്ക് ചെയ്യാതെ പൂർണ്ണമായി അത് പൂർത്തീകരിക്കുന്ന രണ്ട് ഭാഗത്തും സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടികളും അതിന്റെ സമ്മർദ്ദവും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ അതിവേഗ പാതയായതിനാൽ പുതിയ ട്രാഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ആക്സസ് പോയിന്റുകൾ കുറയ്ക്കാൻ ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വിശദമായ പദ്ധതിരേഖയിൽ DPR മാറ്റം വരുത്തുന്ന വിഷയം പരിശോധിച്ച് വരികയാണെന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ജനകീയ ആവശ്യത്തിന് വേണ്ടവിധം പ്രാധാന്യം നൽകുമെന്നും മന്ത്രി മറുപടി നൽകി. 12 ആക്സസ് പോയിന്റുകളാണ് ദേശീയപാത അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ ട്രാഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും പോയിന്റുകൾ വേണ്ട എന്ന് തീരുമാനിച്ചതായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വിശദമായ പദ്ധതി രേഖയിൽ DPR മാറ്റം വരുത്തുന്ന വിഷയം പരിശോധിച്ചു വരികയാണ് എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടതാണ്. എന്നാൽ ഹൈസ്പീഡ് കോറിഡോർ എന്ന നിലയിൽ വിഭാവനം ചെയ്തതിലാണ് ഇത്തരം നിയന്ത്രണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി വിശദീകരിക്കുന്നത്. ഈ വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നിലയിലും ഗുണമില്ലാത്ത വികസനമാണ് എന്നുള്ള അങ്ങയുടെ പരാമർശത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പല നിലയിലും ഇത് ഗുണകരമായ വികസനം തന്നെയാണ്. എന്നാൽ അവിടെയുള്ള പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് കൂട്ടായി ഇടപെട്ട് പരിഹരിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.